ഇപ്പോൾ ഭീമാപള്ളിയിലാണ് ഈ പ്രശ്നം നടക്കുന്നത്. ഇവിടെ മറ്റ് ചില പ്രശ്നങ്ങൾ കൂടി നടക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഇവരുടെ വോട്ട് ആദ്യം ഇവരുടെ വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് ഇവരെ അറിയിച്ചു. കാരണം മറ്റൊരാൾ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ LDF പ്രവർത്തകർ ഇടപെട്ടു. അതിനുശേഷം ഇപ്പോൾ വോട്ട് ചെയ്യാനൊരു അവസരം നൽകിയിട്ടുണ്ട്. ആരാണ് കള്ളവോട്ട് കണ്ട് പിടിക്കാനുള്ള ശ്രമം ഇപ്പോൾ LDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. UDF അനുകൂലമായ ഒരു വോട്ടായാണ് ഉണ്ടായത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ LDF ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പോളിംഗ് ബൂത്തിന് പുറത്ത് ഇപ്പോൾ വീണ്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ആളുകൾ പോലീസുമായുള്ള തർക്കത്തിലാണ്. അത് LDF പ്രവർത്തകരാണോ UDF പ്രവർത്തകരാണോ BJP പ്രവർത്തകരാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അവരെ ഇപ്പോൾ പോലീസ് ഇടപെട്ട് അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം നടത്തുന്നു. നേരത്തെ വോട്ട് ചെയ്ത ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അത്തരത്തിലുള്ള ബഹളം ഉണ്ടായത്. എന്തായാലും അവർക്കൊപ്പം ഉണ്ടായിരുന്ന LDF പ്രവർത്തകർ ഈ വോട്ട് ചെയ്ത ഖദീജയെയും അവരുടെ ഉമ്മയെയും ഇവിടെ നിന്ന് ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. അവർ വീട്ടിലെത്തിച്ച് കൊടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ എന്താ പ്രശ്നമല്ലോ, എന്താണ് നിങ്ങളുടെ ചിഹ്നം വെച്ച വീശർ കൊടുത്തേക്കുന്നു? അത് പാടില്ല. ഒരു ബൂത്തിൽ അങ്ങനെ സ്വാധീനിക്കാൻ പാടില്ല. എന്താ സംഭവം? എന്താണെന്ന് വ്യക്തമായിട്ട് ചെയ്യാൻ പോയ വോട്ടറിന്റെ അടുത്ത് ഇവർ ചിഹ്നം വെച്ച വീശർ കൊടുത്തേക്കുന്നു. LDFന്റെ ക്യാമറ ചിഹ്നമുള്ള വീശർ വെച്ച് കൊടുക്കുന്നു. എന്തിനാണ്? അത് ചോദ്യം ചെയ്തപ്പോൾ പോലീസുകാർ നമ്മളെ പുറത്താക്കുന്നു. നമുക്ക് ചെയ്യാനറിയാം. അതുകൊണ്ട് അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവരെ ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നു. പോലീസുകാർ പോലും അവർക്ക് വൺ സൈഡ് നിന്ന് ഒത്താശ ചെയ്ത് കൊടുക്കുക. അത് പാടില്ല. ഞങ്ങളൊക്കെ ഇപ്പൊ കൊണ്ടുപോയി. ഇപ്പൊ അവർ കൊണ്ടുപോയത്, അവർ വോട്ട് ചെയ്യാൻ വന്ന ആൾ കൊണ്ടുപോയത് കൊണ്ടാണ് ഞങ്ങൾ അത് പറഞ്ഞത്. അത് ചെയ്യാൻ പാടില്ല എന്ന്. വീശർ ഞാൻ UDFന്റെ പ്രവർത്തനം. ഞങ്ങൾ UDFന്റെ പ്രവർത്തകരാണ്. ഇത് വീശർ വോട്ട് ചെയ്യാൻ പോയ വോട്ടറോട് വീശർ കൊടുക്കാൻ പാടില്ല. അതിന്റെ അകത്ത് ചിഹ്നം വെച്ച വീശർ കൊടുക്കാൻ പാടില്ല. ശരിയല്ലേ? അതെ, വീശർ അത് പാടില്ലല്ലോ. ചിഹ്നം വെച്ച വീശർ കൊടുക്കാൻ പാടില്ലല്ലോ. അതിന്റെ ഉള്ളിൽ എങ്ങനെ വന്നെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. LDFന്റെ ചിഹ്നം വെച്ച്, ക്യാമറ ചിഹ്നം വെച്ച് അകത്ത് കയറിയ സമയം നിങ്ങൾ അവരെ തിരിച്ചിറക്കി വിട്ടോ? അല്ല, അവരെ തിരിച്ചിറക്കി വിട്ടോ? അകത്ത് കയറി അവർ വോട്ട് ചെയ്ത് വന്നു. ഞങ്ങൾ ചോദിച്ചു ഇതെവിടെ നിന്ന് തന്നെന്ന് ചോദിച്ചപ്പോ ബൂത്തിൽ നിന്ന് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ആ ബൂത്തിൽ നിന്ന് അങ്ങനെ പാടില്ലല്ലോ. ബൂത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്ന രൂപത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ലല്ലോ. അതെന്തിനാ അവർ ചെയ്തത്? അത് എതിർത്തപ്പോ പോലീസുകാർ ഞങ്ങളെ പുറത്താക്കുന്നു. എന്തിനു വേണ്ടിയാ? ഇവിടെ ജനാധിപത്യം നിലനിൽക്കണ്ടേ? ഗുണ്ടായിസമാണോ ഇവിടെ കാണിക്കുന്നത്? LDF സർക്കാർ ഗുണ്ടായിസമാണ് കാണിക്കുന്നത്. LDF ഗുണ്ടായിസമാണ്. ഇതാണ് സാധനം. ഈ സാധനം കൊടുക്കണ്ട എന്ന് പറഞ്ഞു. ഇത് അവരുടെ ചിഹ്നമല്ലേ? ഇത് അവരുടേതാണോ? ബൂത്തിന്റെ അകത്തുനിന്ന് വന്നതല്ലേ? ഇത് ചോദ്യം ചെയ്തപ്പോ പോലീസുകാർ എന്താ ഇത് മനസ്സിലാക്കാത്തത്? പോലീസുകാർക്ക് അറിയില്ലേ? ഇതാണ് നമ്മൾ ചോദ്യം ചെയ്തത്. ഇത് പാടില്ല. ബൂത്തിൽ അത്തരം വിഷയങ്ങൾ പാടില്ല. ഒരിക്കലും ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. ഇത് നമ്മൾ ചോദ്യം ചെയ്തു. എന്തുകൊണ്ട് പോലീസുകാർ ആ ബൂത്തിലൊക്കെ എല്ലാവരും ഉണ്ട്, എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല? ഇതേ നമ്മൾ ചോദ്യം ചെയ്യുന്നുള്ളൂ. അത് പാടില്ലെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇതാണ് ഇപ്പോൾ UDF പ്രവർത്തകർ ഉന്നയിക്കുന്ന പരാതി. ഈ ഒരു വിശറിയിൽ ക്യാമറയുടെ ചിഹ്നമുണ്ട്. അപ്പോൾ ഇത് പോളിംഗ് ബൂത്തിലേക്ക് പോയി LDF പ്രവർത്തകർ എന്നുള്ളതാണ്. LDF പ്രവർത്തകർ അകത്തേക്ക് പോയ ആളുകൾക്ക് ഇത് കൊടുത്തു വിട്ടു എന്നുള്ളതാണ് ഇപ്പോൾ UDF പ്രവർത്തകർ ഉന്നയിക്കുന്ന പരാതി. പോലീസുമായി നേരത്തെ തർക്കമുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. പോലീസ് പുറത്തുനിന്നും അകത്തുണ്ടായിരുന്ന പ്രവർത്തകർ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കി. നിലവിൽ എന്തായാലും 100 മീറ്റർ പരിസരത്ത് പ്രചരണ സാമഗ്രികൾ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ചിഹ്നം ബൂത്തിനകത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് പാടില്ലാത്ത കാര്യമാണ്. ഒരു പക്ഷേ പുറത്തുനിന്ന് കൊടുത്ത വീശറി അവരകത്തേക്ക് കൊണ്ടുവന്നാണോ അതോ ബൂത്തിനകത്തുനിന്ന് കൊടുത്താണെങ്കിൽ അത് ഗൗരവമുള്ള പ്രശ്നമാണ്. എന്തായാലും സംഘർഷം അവിടെ അവസാനിച്ചു. അമൽ, ഇവിടെ ഇപ്പോൾ കാര്യമായ പ്രശ്നങ്ങളില്ല. പ്രവർത്തകർ രണ്ട് ഭാഗത്തേക്കായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഭീമാപള്ളിയുടെ ബൂത്തിന് പുറത്താണ്. സാധാരണ തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ അല്പം വൈകാരികമായി പെരുമാറുന്ന വോട്ടർമാരുള്ള അല്ലെങ്കിൽ പ്രവർത്തകരുള്ള ഒരു സ്ഥലമാണ് ഭീമാപള്ളി പൂന്ത്ര തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് പൂന്ത്രയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴെന്തായാലും ഇവിടുത്തെ പ്രശ്നം നമ്മളിപ്പോൾ ആദ്യം റിപ്പോർട്ട് ചെയ്ത പ്രശ്നം എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. 2 കള്ളവോട്ട് ആരോപണമാണ് ഭീമാപള്ളിയിലെ ഒറ്റ സ്ഥലത്ത് തന്നെ ഒരു ബൂത്തിൽ തന്നെ ഉയർന്നിരിക്കുന്നത്. അതിനുശേഷം അവർ വോട്ട് ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. അവർ നമ്മളോട് സംസാരിച്ച് ആ കള്ളവോട്ട് വിഷയം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പുറത്ത് മറ്റൊരു പ്രശ്നം ഉണ്ടായത്. ഇപ്പോഴെന്തായാലും പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കിയിട്ടുണ്ട്. അഭിലാഷ്.